നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ എക്സൈസ് അന്വേഷിക്കും. വിൻസിയിൽ നിന്ന് വിവരങ്ങൾ തേടുമെന്ന് എക്സൈസ് അറിയിച്ചു. വിൻസി പറഞ്ഞത് നടൻ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ചെന്നും വെളിപ്പെടുത്തൽ. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ വിൻസിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. താരസംഘടന അടക്കമുള്ളവർ വിൻസിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ എക്സൈസ് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? ആര്യ, 2 ദിവസം മുമ്പാണ് ഈ വിൻസി അലോഷ്യസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് വിൻസി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് സിനിമ സെറ്റിൽ വെച്ച് ഒരു നടൻ തന്നോട് മോശമായി പെരുമാറി, അത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് നടൻ തന്നോട് മോശമായി പെരുമാറിയത് എന്നുള്ളതായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നും നടി പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എത്ര നെഗറ്റീവ് കമന്റുകൾ വന്നാലും ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല എന്നൊക്കെയാണ് വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത്. ഈ സിനിമ ഷോട്ടിനായി സീൻ പ്രാക്ടീസ് ചെയ്യുന്നിടയിൽ ആ നടൻ വെളുത്ത നിറത്തിലുള്ള ഒരു പൊടി തൊപ്പി ഡ്രസ്സിംഗ് സമയത്ത് തന്നോട് അപമര്യാദയോടെ പെരുമാറി. ഇതേ നടൻ തന്നെയാണ് സെറ്റിൽ വെച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് എന്നൊക്കെയാണ് വിൻസി സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. ഇത് വലിയ ചർച്ചയായിരുന്നു. സിനിമാ രംഗത്തൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ആരാണ് നടൻ എന്നെ സംബന്ധിച്ചൊക്കെ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇന്നലെ താരസംഘടനയായ അമ്മ ഈ വിഷയം ചർച്ച ചെയ്ത് അവരുടെ അഡ്ഹോക് കമ്മിറ്റി അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്ത് എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കണം എന്നെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഒപ്പം വിൻസിയുമായി താരസംഘടന സംസാരിച്ചു. അതാരാണ് എന്നുള്ളത് രേഖാമൂലം ആ നടന്റെ പേരുൾപ്പെടെ എഴുതി പരാതിയായി തന്നാൽ അമ്മ കർശനമായ നടപടി സ്വീകരിക്കാമെന്നുള്ള ഉറപ്പും നൽകി. ലഹരിക്കെതിരെ സംഘടന കർശനമായ നടപടി സ്വീകരിക്കും എന്നും അമ്മ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതോടൊപ്പം തന്നെ സംസ്ഥാന എക്സൈസും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. വിൻസിയുടെ മൊഴിയെടുക്കും, വിൻസിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടും എന്ന് എക്സൈസും അറിയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിൻസി രേഖാമൂലം ഒരു പരാതി ഫിലിം ചേംബറിന് നൽകിയിരിക്കുന്നത്. ആ ഫിലിം ചേംബറിന് നൽകിയ പരാതിയിൽ നടന്റെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നടൻ ഷൈൻ ടോം ചാക്കോയാണ് തന്നോട് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയ നടൻ എന്നാണ് വിൻസി അലോഷ്യസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഷൈൻ ഏതൊക്കെ തരത്തിലായിരുന്നു ഷൈന്റെ മോശമായ ഒരു മാറ്റം, ലഹരി ഉപയോഗിച്ചാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രേഖാമൂലം ഒരു പരാതി വന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം അന്വേഷണ ഏജൻസികൾ, എക്സൈസ് ആണ് ഈ വിഷയത്തിൽ ആദ്യം ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. വിൻസിയുടെ മൊഴിയടക്കം എടുത്ത് തുടർ നടപടിയിലേക്ക് പോകാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസും ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിക്കുകയാണെങ്കിൽ കർശനമായ നടപടിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സിനിമാ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഈ കൊക്കൈൻ കേസ് വന്നതാണ്. ആ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട അന്ന് നടൻ അറസ്റ്റിലായിരുന്നു. പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇതിന്റെ വിചാരണയടക്കം പൂർത്തിയാക്കി കോടതി വിധി പറഞ്ഞു. ഷൈൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തനാക്കി. പക്ഷേ അതിൽ പ്രോസിക്യൂഷൻ സംഭവിച്ച വീഴ്ച, അന്നത്തെ പോലീസിന്റെ നടപടികളുണ്ടായ വീഴ്ചയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് കോടതിയുടെ വിധി വന്നത്. അക്കാര്യമൊക്കെ ചർച്ചയാകുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ വിൻസിയുടേതായി വരുന്നത്. ലഹരി ഉപയോഗിച്ച് നടൻ തന്നോട് മോശമായി പെരുമാറി, അത് ഷൈൻ ടോം ചാക്കോയാണ് എന്നിപ്പോൾ വെളിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ഉമേഷ, ഈ നടന്റെ പേര് വിവരങ്ങൾ അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇനിയുള്ള തീരുമാനം അത് വിൻസി അലോഷ്യസിൽ നിന്ന് വിശദമായ മൊഴി എടുത്ത ശേഷം ഈ നടനിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു രീതിയിൽ തന്നെയല്ലേ എക്സൈസ് കടക്കുന്നത്? തീർച്ചയായും എക്സൈസും പോലീസും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട സിനിമാ സംഘടനകളായിരിക്കും നടനെതിരെ നടപടി സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ സമാന്തരമായി തന്നെ ഈ സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് എക്സൈസും പോലീസ് അടക്കമുള്ള അന്വേഷണ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഘട്ടമായി വിൻസി അലോഷ്യസിന്റെ മൊഴി രേഖപ്പെടുത്തലാണ് പ്രധാനം. മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്താൽ തുടർ നടപടിയിലേക്ക്, ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ അന്വേഷണത്തിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. ആരോപണ വിധേയനെ അന്വേഷണ ഏജൻസികളൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. തെളിവുകളടക്കം നടന് എതിരായാൽ ഒരു പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്.
നേരത്തെ തന്നെ ഈ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പുറത്തേക്ക് വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ഒരു ലഹരി കേസ് മുൻപ് ഉണ്ടായിരുന്നു. അന്ന് പ്രോസിക്യൂഷന് പറ്റിയ വീഴ്ചയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ കേസ് കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ ഊർജം അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ഒരു തെളിവ് തന്നെയല്ലേ? തീർച്ചയായും ഈ ഘട്ടത്തിൽ അതൊരു ഈ വിഷയം സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് നിരവധി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പലതും രേഖാമൂലമുള്ള പരാതിയുടെ അപര്യാപ്തതയാൽ തുടർ നടപടികൾ ഉണ്ടാകാതെ പോയി. ഒരു ഘട്ടത്തിൽ സിനിമാ സംഘടനകളൊക്കെ ഇത്തരത്തിൽ ഈ സെറ്റിലടക്കം കയറി പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ തരത്തിലേക്ക് പോകും എന്നൊക്കെ നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷെ പിന്നീടെന്തോ അത്തരത്തിൽ ഉള്ള നടപടികൾ ഉണ്ടായില്ല. അത്തരം പരാതികളും പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പരാതി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഒരു നടി തന്നെ നടന്റെ പേര് സഹിതം ആരാണ് ഇത്തരത്തിൽ തെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പേര് സഹിതം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. രേഖാമൂലം ഒരു പരാതി സിനിമാ സംഘടനകൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അത് ഫിലിം ചേംബറിനാണ് അത്തരത്തിലൊരു പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അമ്മയ്ക്കും ആ പരാതി ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പരാതി ലഭിച്ചാൽ ഉടൻ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സംഘടനകളുടെയും തീരുമാനം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എക്സൈസ് അന്വേഷണവും ഉടൻ ആരംഭിക്കുകയും ചെയ്യും. ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വിൻസി അലോഷ്യസിന് വലിയ പിന്തുണയായിരുന്നു ലഭിച്ചത് ഈ ഒരു തുറന്നു പറച്ചിലിൽ. ഇപ്പോൾ ഫിലിം ചേംബറിനും അതുപോലെ തന്നെ എക്സൈസും അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഒരു നടപടി, ഈ നടനെതിരെ ഒരു നടപടി ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്നും താരസംഘടനയായ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാണ്. തീർച്ചയായും അവർ നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ ദിവസമാണ് അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ വിൻസിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത്. ഒപ്പം ഇത്തരത്തിൽ ഉള്ള തുറന്നു പറച്ചിലിനെ താരസംഘടന അഭിനന്ദിക്കുകയും ചെയ്തു. അഡ്ഹോക് കമ്മിറ്റിയുടെ അടിയന്തര യോഗമാണ് ഇന്നലെ ചേർന്നത്. ആ യോഗത്തിൽ ഇത്തരത്തിൽ സിനിമാ സെറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് ഗുരുതര ആരോപണമായി തന്നെയാണ് സംഘടന കാണുന്നത് എന്ന് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾക്കെതിരെ ജാഗ്രതയോടെ നീങ്ങാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതി ലഭിച്ചാൽ നടപടി എടുക്കാനും അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെയാണ് വിൻസിയോടും ഇതേക്കുറിച്ച് ഈ വിൻസിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ വിൻസിയോടും തുടരുക.